എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LG ഇൻവെർട്ടർ സ്പ്ലിറ്റ് AC-യുടെ ഇൻഡോർ യൂണിറ്റിൻ്റെ ഒരു ബോർഡാണ് ഞാനിന്ന് നോക്കുന്നത്. കംപ്ലൈൻ്റ് ആയിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ ഇഷ്യൂ ആയിട്ടാണ് ഇത് കംപ്ലൈൻ്റ് ആയിട്ട് വന്നത്. അപ്പോൾ പവർ ഇഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇതിൻ്റെ IC ഉണ്ടായിരുന്നു, അതായത് TNY 266PN എന്ന് പറഞ്ഞിട്ടുള്ള ഒരു IC ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ IC പൊട്ടിത്തെറിച്ച് പോയിട്ടാണ് ഈ ഒരു ബോർഡ് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും ഈ ഒരു ഇത് വീഡിയോ ആയിട്ട് എടുക്കണ്ട, ആ IC മാറ്റിയിട്ട് റെഡിയാക്കി കൊടുക്കാം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമായിരുന്നു എൻ്റെ ഉള്ളത്. ഞാൻ IC വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇട്ടു. അപ്പോൾ ഇതാണ്ട് ഈ ഇവിടെ ഇരിക്കുന്ന ഈ സെനർ ഡയോഡ് ഷോർട്ടായിരുന്നു. ആ സെനർ ഡയോഡ് മാറ്റിയിട്ടു. പുതിയ ICയും ഈ സെനർ ഒന്ന് മാറ്റിയിട്ടിട്ട് വോൾട്ടേജ് വരുന്നില്ല. ഇത് ഈ ഒരു ചോപ്പർ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഇവിടെ 230 വോൾട്ട് 320 വോൾട്ട് നമ്മുടെ മെയിൻ ഈ ഫിൽട്ടർ ഗ്യാപ്പിൽ നിന്ന് കയറി ഇറങ്ങി ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു സ്വിച്ചിങ് IC വർക്ക് ചെയ്യുന്നില്ല. ഈ ഒരു ഡയോഡ് മാറ്റിയായിരുന്നു ഞാൻ, പിന്നെ ഓപ്റ്റോ കപ്ലർ മാറ്റിയിട്ടും ഈ സ്വിച്ചിങ് IC വർക്ക് ചെയ്യുന്നില്ല. ഇവിടെ ഈ ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഈ ഒരു കപ്പാസിറ്റർ മാറ്റിയിട്ടിട്ടും സ്വിച്ചിങ് IC വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ചോപ്പറായിരുന്നു എനിക്ക് ഡൗട്ട്. ഈ ചോപ്പർ വേറെ എന്താണ് ഈ ചോപ്പറിലെ കംപ്ലൈൻറ്റ്? കാര്യം കണ്ടിന്യൂറ്റി എല്ലാം ഉണ്ട്, പക്ഷേ എന്നിട്ടും ഈ എന്തുകൊണ്ട് ഈ ഒരു സ്വിച്ചിങ് IC വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു എൻ്റെ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ഈ ഒരു ബോർഡിൻ്റെ കൈ കിട്ടിയിട്ട്. അങ്ങനെ ഇതിൻ്റെ ചോപ്പറിന് വേണ്ടിയിട്ട് ഇത് റീവൈൻഡ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് ഈ ചോപ്പർ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് കറങ്ങിയായിരുന്നു. അങ്ങനെ കറങ്ങി അവസാനം ഒരു ബോർഡ് നമുക്ക് സെയിം ചോപ്പറുള്ള മറ്റൊരു ബോർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ബോർഡിൽ നിന്ന് ഈ ചോപ്പർ ഇളക്കി മാറ്റി ഈ ICയും ചോപ്പറും കൂടെ മാറ്റി ഇട്ടിട്ട് നമുക്കതിനകത്ത് 15 വോൾട്ടും 12 വോൾട്ടും കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഈ ഒരു മോഡലിൽ 5 വോൾട്ട് കാണത്തില്ല. ഈ ചോപ്പറിൽ സപ്ലൈയിൽ 5 വോൾട്ട് ഉണ്ടാവില്ല. ഇതിൻ്റെ ഒരു സൈഡിൽ 12 വോൾട്ടും ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 15 വോൾട്ട് ആയിരിക്കും. ഈ 15 വോൾട്ട് പ്രൈമറി സൈഡിലായിരിക്കും വരുന്നത്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ DC ഫാനുണ്ട്, DC ഫാൻ. അപ്പോൾ ഈ DC ഫാനിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ സ്റ്റാൻഡ് ബൈ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ 15 വോൾട്ടാണ്. പിന്നെ വരുന്നത് RPM-ഉം ഫീഡ്ബാക്കുമാണ്. അപ്പോൾ ഈ 15 വോൾട്ട് ഈ ഔട്ട് സൈഡ് എന്ന് പറയും, ഇതിൻ്റെ പ്രൈമറി സൈഡിലോട്ടാണ് വരുന്നത്. അത് ഈ ഒരു സെക്ഷനായിട്ടാണ്. അപ്പോൾ ഇത് ഇത്രയും ബാക്കി ഈ സിസ്റ്റം കൺട്രോൾ മൊത്തം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 12 വോൾട്ട് സപ്ലൈ ഇവിടെ നിന്നും പോകുന്നുണ്ട്. അതിന് ഇവിടെ നിന്ന് ഒരു KIA 7805 എന്നുള്ള വോൾട്ടേജ് റെഗുലേറ്റിംഗ് IC ഇട്ടിട്ട് ഇവിടെ നിന്ന് വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്താണ് 5 വോൾട്ട് സപ്ലൈ കൊടുക്കുന്നത്. പിന്നെ 12 വോൾട്ടും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാനിത് കൺഫേം ഈ ചോപ്പറാണ് പോയെന്ന് ഞാനിപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോപ്പർ ഇവിടെ നമ്മൾ കണ്ടിന്യൂറ്റി നോക്കണതിന് മുന്നേ ഞാനിതിൽ ഈ IC ഇളക്കിയിട്ടിട്ട് ഇവിടെ 5 വയറിൻ്റെ STR മൊഡ്യൂൾ എന്ന് പറയും. ഒരു ഡീല് തുടങ്ങുന്ന ഒരു 5 വയർ മാത്രം കണ്ട് ഒരു STRൻ്റെ IC ഉണ്ടാകുന്ന ഒരു ചെറിയൊരു മൊഡ്യൂളുണ്ട്. ആ മൊഡ്യൂൾ ഇതിൽ കണക്ഷൻ കൊടുത്തപ്പോഴത്തേക്കും ആ മൊഡ്യൂൾ ഭയങ്കരമായിട്ട് ഹീറ്റായിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഞാൻ ഇതിൻ്റെ കണ്ടിന്യൂറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ അതായത് ഫിൽട്ടർ ക്യാപ്പിൽ നിന്ന് കപ്പാസിറ്ററിൽ നിന്ന് നേരെ ഇറങ്ങി ഈ ചോക്ക് വഴി കയറി ഇറങ്ങിയിട്ടാണ് നമ്മളെ സ്വിച്ചിങ് ICയിലെ ഡ്രെയിനിലോട്ട് പോകുന്നത്. ആ കയറി ഇറങ്ങി പോകുന്ന അടുത്തുള്ള ആ ഒരു ഓംസ്, കുറവാണ്. അതായത് 0.8 0.7 ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ അത് നമുക്ക് 1 അല്ലെങ്കിൽ 2.0 1.8 1.9 2.0 എന്നീ ആ ഒരു ഓംസ് റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു സ്വിച്ചിങ് അവിടെ നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ചോപ്പറും ഇവിടുന്ന് ഇളക്കി മാറ്റി പുതിയൊരു IC ഇട്ടിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊന്ന് സംഘടിപ്പിച്ചതാണ്. ഇതും ഇൻവെർട്ടർ ICയുടെ LGയുടെ തന്നെ ഇൻവെർട്ടർ ICയുടെ ഒരു ബോർഡാണ്. സെയിം സർക്യൂട്ട് കാര്യങ്ങൾ എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ചോപ്പർ ഇളക്കി അതിനകത്ത് ഇടാം.
അപ്പോൾ ഇതാണ് നമ്മുടെ ചോപ്പർ. ഓക്കെ, അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. നേരത്തെ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. ഈ ഒരു ബോർഡിലിരുന്ന സ്വിച്ചിങ് ഐ സി എന്ന് പറയുന്നത് 266 PN അല്ല, TNY 276 PN എന്നുള്ള നമ്പറാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ആ നമ്പറിലുള്ള സ്വിച്ചിങ് ഐ സി ആണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചോപ്പറും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, സ്വിച്ചിങ് ഐ സി മാറിയിട്ടുണ്ട്. ഇനി ഇത് പ്രോപ്പറായിട്ട് ഈ സ്വിച്ചിങ് ഐ സി വർക്ക് ചെയ്യുന്നുണ്ടോ, ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് സപ്ലൈ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ ഓണാവുന്നുണ്ട്. എല്ലാ LED ഇങ്ങനെ കത്തിയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് ഇതിനകത്ത് വോൾട്ടേജ് ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. എന്തായാലും നമ്മുടെ ബോർഡ് ഓണായിട്ടുണ്ട്, സപ്ലൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ആദ്യം പ്രൈമറിയിലുള്ള 15 വോൾട്ട് ഉണ്ടോയെന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതിന് 16 വോൾട്ട് ഇവിടെ വരുന്നുണ്ട്. ഇനി സെക്കൻഡറിയിലുള്ള 12 വോൾട്ട്, അവിടെ കറക്റ്റ് 12 വോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചോപ്പറായിരുന്നു ഇതിൽ സ്വിച്ചിങ് ഐ സി കത്തിപ്പോയത്. അതിൻ്റെ കൂടെ തന്നെയാണ് ഈ ചോപ്പർ പോയി, പിന്നെ ഒരു സെനർ ഡയോഡ് അതും പോയിരുന്നു. അപ്പോൾ ഇത് കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പലയിടത്തും അന്വേഷിച്ച് നടന്നിട്ടാണ് നമുക്ക് ഒരു ബോർഡ് കിട്ടിയത്. അത് നല്ല പ്രൈസ് കൊടുത്തിട്ടാണ് ആ ബോർഡ് വാങ്ങിച്ചത് തന്നെ. സ്പെയർ ബോർഡ് അതും വർക്കിംഗ് കണ്ടീഷൻ ബോർഡ് തന്നെയാണ്. ബാക്കിയെല്ലാം പഴയത് കണക്ക് വർക്കിംഗ് ആയിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണമേ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരുന്നത്. സാധാരണ ഇത് അടിച്ചു പോയിട്ടാണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈമറി വൈൻഡിങ് കത്തിപ്പോയിട്ടാണ് വരുന്നത്. ഇത് പ്രൈമറി വൈൻഡിങ് കത്തിപ്പോയിട്ടില്ല, പക്ഷെ പ്രൈമറി വൈൻഡിങ് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രൈമറി വൈൻഡിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഐ സി ചൂടാവുകയോ ഈ മോഡൽ സ്വിച്ചിങ് ഐ സി ചൂടാവുകയോ സപ്ലൈ വരികയോ ഒന്നും ചെയ്യില്ല. അങ്ങനെ ചുമ്മാ കിടക്കും. ഇത് ഷോർട്ടും ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് കറക്റ്റായിട്ട് ഈ ഒരു ചോപ്പർ ഓക്സിലേറ്റ് ചെയ്യുന്നില്ല. ആ സ്വിച്ചിങ് വരുന്ന സമയത്ത് ഇത് ഓക്സിലേറ്റിങ് ചെയ്യുന്നില്ല. ഓവർ കറണ്ട് വന്നിട്ട് ആ ഒരു സ്വിച്ചിങ് ഐ സി പ്രൊട്ടക്ഷൻ മോഡിലോട്ട് പോകുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching my videos.